പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ലഹരി കേസുകളിൽ വിധിക്കെതിരെ അപ്പീലിനൊരുങ്ങി NCBയും DRIയും സാങ്കേതിക പിഴവുകളാണ് പ്രോസിക്യൂഷന് തിരിച്ചടിയായത് എന്നാണ് വിലയിരുത്തൽ. ഉത്തരവിന്റെ പകർപ്പുകൾ ലഭിച്ച ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഒരേ ദിവസം തന്നെ രണ്ട് കേസുകളിൽ നേരത്തെ NCBക്കും DRIക്കും തിരിച്ചടി നേരിട്ടിരുന്നു. ഈ കേസുകളിലാണ് അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നത്. വിധി പകർപ്പുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ അപ്പീൽ നൽകുമെന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്ന്, 27,000 കോടി രൂപയുടെ മെറ്റാഫെത്തമിൻ ലഹരി പദാർത്ഥം പിടിച്ച് എന്നുള്ള കേസിലാണ്. അത് 2022 ഈ ഒരു സംഭവം ഉണ്ടായത്. അന്ന് ഓപ്പറേഷൻ സമുദ്ര എന്ന പേരിൽ ഈ 27,000 കോടി രൂപയുടെ ലഹരി മരുന്ന് പിടിച്ച സംഭവം വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം തന്നെ നേടിയിരുന്നു. അതിൽ ഇറാൻ പൗരനായിട്ടുള്ള സുബൈർ കുറ്റക്കാരനല്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. ഈ കേസിലാണ് ഒന്ന് NCB പ്രധാനമായിട്ടും അപ്പീൽ നൽകുന്നത്. മറ്റൊന്ന് DRI 1,526 കോടി രൂപയുടെ ഹെറോയിൻ പിടിച്ചെടുത്തിട്ടുള്ള കേസിലാണ്. ലക്ഷദ്വീപ് തീരത്ത് വെച്ച് ഹെറോയിൻ പിടിച്ചെടുത്ത കേസിലാണ് DRI അപ്പീൽ നൽകാൻ ഒരുങ്ങുന്നത്. ഈ രണ്ട് കേസുകളിലും പ്രോസിക്യൂഷന് ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കോടതികൾ കണ്ടെത്തിയത്. ഇതിൽ സാങ്കേതിക പിഴവുണ്ട് എന്നുള്ളൊരു വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഹൈക്കോടതിയിൽ അടക്കം അപ്പീൽ നൽകുക. എന്തായാലും പ്രതികളെ കുറ്റവിമുക്തമാക്കിയിട്ടുള്ള കീഴ്ക്കോടതി വിധികൾ അത് റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ടായിരിക്കും DRIയും അതോടൊപ്പം തന്നെ NCBയും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുക. ഇതിന്റെ വിധിപ്പകർപ്പുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ അത്തരമൊരു നീക്കം നടത്താനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. എന്തായാലും പ്രോസിക്യൂഷന് വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ട് ഈ രണ്ട് കേസുകളിലും തങ്ങളുടേതായിട്ടുള്ള വാദഗതികളോ രേഖകളോ ഒന്നും കാര്യക്ഷമമായിട്ട് കീഴ്ക്കോടതി പരിഗണിച്ചില്ല എന്നുള്ളൊരു വാദവും അന്ന് തന്നെ പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ പ്രതികളെയൊക്കെ തന്നെ കുറ്റവിമുക്തരാക്കിയ നടപടി അത് കീഴ്ക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തെറ്റാണ് എന്നുള്ളൊരു വാദം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കോടിക്കണക്കിന് രൂപയുടെ ഈ 27,000 കോടിയുടെ മെറ്റാഫെത്തമിൻ പിടിച്ചെടുത്ത സംഭവം വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് നാം കേട്ടത്. അത് മാത്രവുമല്ല, അത് സംയുക്തമായിട്ട് നാവികസേനയുടെ അടക്കം സംയുക്തമായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഫലമായിട്ടായിരുന്നു 2,526 കിലോഗ്രാം മെറ്റാഫെത്തമിൻ. അതിന് വിപണി മൂല്യം എന്ന് പറയുന്നത് 27,000 കോടി രൂപയാണ്. അത് പിടിച്ചെടുത്തത് ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ പൗരനെന്നായിരുന്നു സുബൈറിനെ സംശയിച്ചിരുന്നത്. പിന്നീട് രേഖകളിലൂടെ ഇറാൻ പൗരനാണ് എന്നുള്ള കാര്യം തെളിയുകയുണ്ടായി. എന്തായാലും സുബൈർ കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തിയത് കൃത്യമായിട്ടുള്ള തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാനും അതുമായി ബന്ധപ്പെട്ട് വാദങ്ങൾ ഉന്നയിക്കാനും സാധിച്ചില്ല എന്നുള്ളതാണ്. ഇതിന്റെ പ്രോസിക്യൂഷൻ മതിയായ തെളിവുകൾ ഹാജരാക്കിയില്ല എന്നും കോടതി പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ രണ്ട് കേസുകളിലും അപ്പീൽ നൽകുക എന്നുള്ളതാണ് ഇനി പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട നീക്കം. ആ ഒരു നടപടികളിലേക്ക് കടക്കുകയാണ്. ഇനി വിധി പകർപ്പുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ ഇതിന്റെ വാദഗതികൾ മുൻനിർത്തിക്കൊണ്ട്, അതായത് കീഴ്ക്കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ DRIയും അതോടൊപ്പം തന്നെ NCBയും ഉടൻ തന്നെ അപ്പീൽ നൽകും. വിനോദ്.